റൺസ് എടുക്കാൻ സഞ്ജുവിന് ആകപ്പാടെ വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഒരു 190-188 ബോൾ കൈ കൊടുത്ത് അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കൊണ്ട് സഞ്ജു ക്യാപ്റ്റനാകുക. സഞ്ജു സാംസൺ അതായത് നമ്മുടെ വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് CSKയിലോട്ട് വന്നു. അപ്പോൾ അദ്ദേഹം വേറെ ടീമിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ സഞ്ജു സാംസണിനെ ഉള്ള ഒരു മലയാളി താരം കൂടെ വെച്ചാൽ സഞ്ജു സാംസണിനുള്ള പ്രതീക്ഷയും ഒക്കെ താങ്കൾക്ക് എന്താ ഉള്ളത്? എനിക്കുള്ളത് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ആരും തഴഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരും എന്ന് വെച്ചാൽ എല്ലാവരും ഒഴിവാക്കി നിർത്തുന്ന ഒരു സമയമുണ്ട്. അതിൽ പോലും അതിജീവിച്ചുവെങ്കിൽ ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കാനും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ മുന്നോട്ടുള്ള ലോകകപ്പുകൾ നേടാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഒരു തിരുവനന്തപുരത്തുകാരൻ ഇന്ത്യയുടെ നെറുകെ വരെ എത്തുക, ക്രിക്കറ്റ് സാമ്രാജ്യത്തിൽ വരെ എത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ശ്രീശാന്ത് വന്നതെന്ന് പറഞ്ഞാൽ പണം ഉണ്ടായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്കെല്ലാം കണക്ക് കൂട്ടാം. കാരണം കലിപ്പ്, വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഉള്ള ഒരു രീതിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതേസമയം സഞ്ജു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ കാണുന്നതാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി എത്ര ഉയരെ ചെന്നാലും ഉള്ള എളിമ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉയരെയാണെന്ന് ഉള്ള ചിന്തയില്ല. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റനായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മുന്നോട്ടുള്ള എല്ലാ കളികളിലും നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങളെ അറിയുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വലിയ അഹങ്കാരമില്ലാത്ത തനി നാട്ടുപുറത്തുകാരൻ എന്ന രീതിയിൽ ഉള്ള ഒരാളാണ്. അത് പഴയ കാര്യങ്ങൾ പോലെ ഈയിടെ ഒരു അഭിമുഖം കണ്ടായിരുന്നു. ഓട്ടോക്കാരൻ ചേട്ടന്മാർക്ക് നന്ദി പറയുന്നു എന്നും പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ചടങ്ങിൽ അതത്ര എളിമയോടെ എടുത്തു പറയേണ്ട വേറൊരാളാണ് എടുത്തു പറയുകയില്ല. അതും ഒന്നാണ്. പിന്നെ ദൈവാനുഗ്രഹം, ഈ ഇത്രയും വരുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്. കാരണം ഇപ്പം ക്രിക്കറ്റ് ടീമിൽ നിന്ന് തന്നെ സപ്പോർട്ട് നമുക്കറിയാം കുറവാണ്. കാരണം എല്ലാവരും തഴഞ്ഞു കളയുന്നു. അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചാൻസ് ഇന്ന് കിട്ടാൻ തന്നെ പാടുപെട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും ഹീറോ ആയിട്ട് നിൽക്കുന്ന സഞ്ജു തന്നെയാണ്. ഉദാഹരണത്തിന് ക്യാപ്റ്റൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയോ 6ഉം 4ഉം അടിച്ച് എത്രയോ റൺസ് എടുത്തു. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ കൊടുക്കാൻ അർഹതപ്പെട്ടവനല്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചൊല്ലു പോലെയാണ്, ഈ അർഹതപ്പെട്ടവനൊന്നും കിട്ടുകയില്ല, ഈ അർഹതപ്പെട്ടവന് കുറേ കിട്ടും. എന്നെ എറിയാനറിയാവുന്നവൻ്റെ ഈ പന്ത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഒരു ഇതുപോലെ. കാരണം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് സഞ്ജുവിനെ തഴയുന്നത്. അതുതന്നെയല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന ഒരു ഇതുണ്ട്. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള ഒരു തഴച്ചിലുണ്ടോ എന്നാണ് എനിക്ക് സംശയം. പക്ഷേയായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് അതാണ്. കാരണം ശ്രീശാന്തിനും ഇടയ്ക്ക് കിട്ടിയത് അത് തന്നെയാണ്. ശ്രീശാന്തിൻ്റെ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് സ്ഥാനങ്ങൾ പോയി. അത് പിന്നെ കോടതി മുഖാന്തരമൊക്കെ ബന്ധപ്പെട്ട് കിട്ടിയെങ്കിൽ പോലും ഇത് സഞ്ജു അങ്ങനെയല്ല. സഞ്ജുവിന് ഉള്ളത് കൊണ്ട് മതി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ ചോറെടുത്താൽ നമ്മൾ മതി എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് എന്ത് കൊടുത്താലും, അത് ബൗളറാണെങ്കിലും ശരി, ബോൾ വെറുക്കുന്ന ഒരു രീതിയിൽ കൊണ്ട് നിർത്തിയാലും ശരി, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാണ് സഞ്ജു. അതുകൊണ്ട് ഉറപ്പായിട്ടും സഞ്ജുവിന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ നിലയിലേക്ക് വരെ വരും. അത് 100% അത് തെളിയിച്ചു. കാരണം ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി ആയതാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ക്യാപ്റ്റനായി തെളിയിച്ചതാണ്, കഴിവ് തെളിയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സഞ്ജുവിന് എന്തായാലും ക്യാപ്റ്റൻ സ്ഥാനം കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തിൽ 100-ൽ 100 മാർക്ക് തെളിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാളാണ് സഞ്ജു. പക്ഷേ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒഴിവാക്കലും അതുപോലെ BCCയുടെയൊക്കെ ഈ പിന്തുണയാണല്ലോ ഇതിന് വേണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ളത് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി കഴിഞ്ഞാൽ സഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇച്ചിരി മികവുണ്ടാകും. കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടിയ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ സഞ്ജു ഇച്ചിരി പെർഫോമൻസ് സഞ്ജുവിന് കാഴ്ച. കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന സഞ്ജുവിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പകുതി മാത്രമാണ്, അല്ല ഫുള്ള് പെർഫോമൻസ് എടുക്കാനുള്ള ചാൻസ് ടീം കൊടുത്തിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് എനർജി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കളിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെ വന്ന് കളിച്ച സമയത്ത് കണ്ട ഒരു ഇതാണ്, 6ഉം 4ഉം അടിച്ച് സ്വന്തം നാട്ടിൽ തന്നെ. അപ്പം അങ്ങനെ ഒരു ക്യാപ്റ്റൻ ചാൻസ് കൊടുക്കുവാണെങ്കിൽ സഞ്ജു ഇച്ചിരി കൂടെ മെച്ചൂർഡായിട്ടെന്ന് വെച്ചാൽ ഇച്ചിരി എൻ്റെ ടീം ജയിക്കണം എന്നൊരു വാശിയാവും. അപ്പം വേറെ പുറകെ നിൽക്കുന്ന ഒരു സ്ലോ ആയാലും സഞ്ജു അതിനും കൂടെ ആക്റ്റീവ് ആകും. കാരണം ആക്റ്റീവായ കഴിവുണ്ട്. കാരണം അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം ആക്റ്റീവാകുന്ന ഒരു കഴിവുള്ള ആളാണ് സഞ്ജുവിന്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പല കളികളും വിജയിക്കാൻ സാധിക്കും. പലയിടത്തും കപ്പ് നമ്മൾ ഇതുവരെ നേടാത്തടത്ത് പോലും
നേടാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അത് തന്നെയാണ്. അല്ല എൻ്റെ അഭിപ്രായം മാത്രമല്ല, കോടിക്കണക്കിന് ഉള്ള ആരാധകരുടെ അഭിപ്രായവും ക്യാപ്റ്റൻസി സഞ്ജുവിന് മാത്രം കൊടുക്കണമെന്നാണ് എൻ്റെ. അത് എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ എടുത്തു നോക്കിയാൽ ഒരു കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജുവിൻ്റെ റീലാണ് ഫോക്കസ് കൂടുതലായിട്ട്. അല്ലാതെ ഇവർക്ക് ധോണി നിന്നാലോ അല്ലെങ്കിൽ ഇത് നിന്നാലോ ഒന്നും ഇല്ല. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മികവ്, സഞ്ജു 100 അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ബാറ്റിംഗ് മികവ്, അങ്ങനെ ഓരോത്തിലും പ്രകടമാണ്. ഇപ്പോൾ ഉദാഹരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ട്രോൾ ചെയ്ത് പോകുമ്പം സഞ്ജു അന്ന് 100 അടിച്ച സമയമാണ്. 100 അടിച്ച സമയത്ത് അത് മാത്രം ബാറ്റ് ഹെൽമെറ്റ് ഊരിയിട്ട് ബാറ്റ് വെച്ച് ദൈവത്തെ വിളിക്കുന്നു. അതൊക്കെ ഭയങ്കര റീച്ചായ ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കളിച്ച വേറെ ആർക്കും കിട്ടാത്ത ഒരു റീച്ച് അവിടെ കിട്ടിയത് സഞ്ജുവിനാണ്. തകർത്താൽ മതി. അപ്പം ക്യാപ്റ്റൻസി കൂടെ കൊടുക്കുകയാണെങ്കിൽ കളി ഉഴപ്പി കഴിഞ്ഞാൽ സഞ്ജുവിനെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ തള്ളിപ്പറയും. അതേസമയം കളി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സഞ്ജുവിന് ഉറച്ച വിശ്വാസം വരും. ഇപ്പോൾ ഉള്ളൊരു ബൗളറോ അല്ലെങ്കിൽ ഒരു കീപ്പറോ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്ന പോലെ ബാറ്റ്മാനായിട്ടല്ല, സ്ഥിരമായിട്ട് ടീമിൽ ബാറ്റ്മാൻ്റെ മുൻനിരയിൽ തന്നെ സഞ്ജു ഇറങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്നാമത്തെ ബാറ്റ്മാനായിട്ട് തന്നെ സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ, സാധാരണ ഓപ്പണിംഗ് ആണെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പണിംഗ് തീരുമാനിച്ച് കഴിഞ്ഞുള്ള ഇത് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിരുന്നത്. അതേസമയം ഊർജ്ജത്തോടെ ഇറങ്ങണമെങ്കിൽ ക്യാപ്റ്റൻസി വേണം. എന്ന് വെച്ചാൽ ബാറ്റ്മാൻ എന്ന നിലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ച് അടിച്ചങ്ങ് പോയി. പക്ഷേ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തം കൂടുമ്പോൾ നമ്മുടെ എനർജി വീണ്ടും വർദ്ധിക്കും. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ടീം ജയിക്കണം എന്നാണ്. ഇപ്പം നമ്മൾ സഞ്ജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം സാധാരണ ഒരു സ്ഥാനം പോലും ഇല്ലെങ്കിലും ഇപ്പം നിൽക്കുന്നതും ഈ സ്ഥാനം കിട്ടുമ്പോൾ നിൽക്കുന്നതും നോർമലി ഇത് ചിന്തിച്ചാൽ മതി. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. അത് ഇന്ത്യൻ ടീമിൻ്റെ ICC ഒന്നുകൂടെ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, BCC ഒന്നുകൂടെ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സഞ്ജുവിനെ പെർമനൻ്റായിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കും. കാരണം അവസരം കൊടുക്കണം. അവസരങ്ങൾ ഇപ്പം സഞ്ജു എന്താണെന്ന് വെച്ചാൽ സഞ്ജുവിനുള്ള അവസരങ്ങൾ ലക്കി ചാൻസിലാണ് എടുക്കുന്നത്. അത് ഒഴിവാക്കണം. സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ തിരുവനന്തപുരം, കേരളം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ നല്ല രീതിയിൽ അറിയുന്ന എങ്ങനെയാണ് ക്രിക്കറ്റ് കളി കൊണ്ടാണ്. അപ്പോൾ അവൻ്റെ പെർഫോമൻസ് ഇപ്പം പകുതിയായിട്ടുള്ളൂ. പെർഫോമൻസ് ഇനി എടുക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഏകദിനം അടക്കമുള്ള എല്ലാ കളികളിലും സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യ ക്രിക്കറ്റ് എങ്ങനെ അറിയുന്നു അതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് അറിയും. അത് 100% ഉറപ്പാണ്. കാരണം സഞ്ജുവിന് കഴിവുണ്ട്. കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കേണ്ടത് ക്രിക്കറ്റിലുള്ള മുതിർന്നപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി തന്നെയാണ്. കാരണം സഞ്ജുവിനെ മാറ്റി നിർത്തേണ്ട ഒരാളല്ല. പിന്നെ മുൻഗണന ലെവലിലെ സഞ്ജുവിനെ മാറ്റി നിർത്തുന്നെങ്കിൽ, ഉദാഹരണം ക്യാപ്റ്റൻസി ആക്കി കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സഞ്ജുവിനെ വില പറഞ്ഞ് എടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒഴിവാക്കുക. വില പറഞ്ഞ് മേടിച്ച ഇതാവുണ്ട്. അപ്പം ആ ഒരു മികവ്, ഇപ്പം കളിക്കുന്ന 2020 എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാളും ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇതിനോട് അഭിമാനം ഉണ്ടാവും. കാരണം ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് കളിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ സഞ്ജുവിന് ഇച്ചിരിയും കൂടെ കർത്തവ്യബോധമുണ്ട്. അത് നമ്മളിപ്പം സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. കാരണം സ്വാഭാവികമായിട്ടുള്ള ടെസ്റ്റിൽ പോലും ഒരു സ്ഥാനവും ഒരു മാനവും ഇല്ലാതെ, ഒരു സ്ഥാനമാനങ്ങളില്ലാതെ ഇന്ത്യക്ക് വേണ്ടി ഫുൾ എനർജി എടുക്കാതാണെങ്കിൽ പോലും കളിച്ച് വിജയിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഒരു ക്യാപ്റ്റൻ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ എൻ്റെ സ്ഥാനങ്ങളെ ഉണ്ടല്ലോ, അത്രയും സ്ഥാനവും എനിക്കുണ്ടല്ലോ, ഇതിൽ ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കണമല്ലോ എന്നൊരു കർത്തവ്യം കൂടി വരുമ്പോൾ ഇത്രയും കൂടി എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു 2020 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് സഞ്ജു ഒരു 250 റൺസ്, ഒരു 50 ഓവറുള്ളതിൽ ഒരു 250 റൺസ് എടുക്കാൻ സഞ്ജുവിന് ആകപ്പാടെ വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഒരു 190-188 ബോൾ, അതൊരു 240 റൺസ് മുകളിൽ അടിക്കാൻ പറ്റും സഞ്ജുവിന്. അത്രയും കഴിവുണ്ട് സഞ്ജുവിന്. നമ്മൾ ഇന്നാൾ തന്നെ ബോളുകൾ വളരെ കുറവ്, 105 ബോളിലെങ്ങാണ്ടാണ് ഇതെടുത്തത്, സെഞ്ചുറി നേടിയത്. അത് ബോൾ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം സഞ്ജുവിന് ഒരു 50, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു 50 ഓവർ ഉള്ളതിൽ സഞ്ജു ഒരു ക്യാപ്റ്റൻസി കൊടുത്ത് ഞങ്ങൾ ഇത് നിൽക്കുകയെ ആദ്യത്തെ ഇതുപോലെ തന്നെ ബാറ്റ്മാനായിട്ട് ഇറക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ വൻ വിജയമായിരിക്കും. കാരണം ഒരു 189, അതിൻ്റെ മോറിനോട് ഞാൻ പറയുന്നില്ല, 189, 190 ബോൾ, ഈ 190 ബോളിനോട് ഒരു 240, 270 റൺസ് സഞ്ജുവിന് നേടാൻ സാധിക്കും. കാരണം അത്രയും ഫ്രീഡം കിട്ടും. ഇപ്പോൾ ഉള്ളത് ഒരു കെട്ടി നിൽക്കുന്ന വേലിയിലാണെങ്കിൽ ഒരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളത്. അപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ വരും. കാരണം കഴിവ് തെളിയിക്കാൻ, ഉദാഹരണത്തിന് ഇതൊന്നും വേണ്ട,
ഒരു സാധാരണക്കാരൻ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സൈറ്റ് സൂപ്രണ്ട്, ഒരു സാധാരണക്കാരൻ സൂപ്രണ്ട് ആയാൽ ഉള്ള ഗുണം തന്നെ, കാരണം സൂപ്പർവൈസറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ സാധാരണക്കാരൻ സൂപ്രണ്ടായി കഴിഞ്ഞാൽ എല്ലാ പണി പഠിച്ച് അരച്ച് കലക്കിയിട്ടാണ് സൂപ്രണ്ടാകുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്തൊരു ഒരു പണിയും നടക്കുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ ഉയർന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേസ്രിയായി അല്ല മെയ്ക്കാടായി വന്നു മേസ്രി കോൺട്രാക്ടറായി കഴിയുമ്പോൾ അത് സ്വന്തം പ്രസ്ഥാനം പോലെ നോക്കും. അപ്പോൾ ഉത്തരവാദിത്വം കൂടും. അപ്പം അവസാന ചോര വരെയുള്ള കളി പോലെ അവസാന വിശർപ്പ് പുള്ളി വരെ ആഞ്ഞ് കളിക്കും. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇന്ത്യക്ക് ഞാൻ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. ഒരു 190 ബോളിൽ ഒരു 240 റൺസ് മാസ്റ്ററായിട്ട് സഞ്ജു അടിക്കും. ആ ലെവൽ വരെ എത്തും. അത് തന്നെ ഒറ്റ ഇതേ ഉള്ളൂ. സഞ്ജു ക്യാപ്റ്റൻ ഇപ്പം അവർ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ജനങ്ങൾ കൈ കൊടുത്ത് അതിനു വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കൊണ്ട് സഞ്ജു ക്യാപ്റ്റനാകുക, ഇന്ത്യയെ വിജയിപ്പിക്കുക.